ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് ലോഗ് ബേസ്ഡ് പ്രോട്ടോക്കോൾസ് ആണ്. അപ്പോൾ ലോഗ് ബേസ്ഡ് പ്രോട്ടോക്കോൾസ് പഠിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തൊക്കെയായിരുന്നു നമ്മുടെ കൺകറൻസി പ്രോബ്ലംസ് എന്ന് നോക്കാം. അപ്പോൾ ഈ പ്രോബ്ലംസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൺകറൻസി പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് പാരലലി റൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു അൺകൺട്രോളബിൾ ആയിട്ട് സം ഡേറ്റേനെ അവർക്ക് ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ തന്നെ ഒരു അൺകൺട്രോളബിൾ ആയിട്ട് ഡേറ്റേനെ ആക്സസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല ഡേറ്റയ്ക്ക്. സോ ഈ ഒരു പ്രോബ്ലംസിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കൺകറൻസി. അതായത് ഈ എന്തൊക്കെയാണ് ഈ പ്രോബ്ലംസ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഡേർട്ടി റീഡ് പ്രോബ്ലം. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡേർട്ടി റീഡ് പ്രോബ്ലം, അൺറിപ്പീറ്റബിൾ റീഡ് പ്രോബ്ലം, ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം, ദെൻ ഫാൻഡം റീഡ് പ്രോബ്ലം. അതായത് ഇതിന് മറ്റൊരു പേര് നമ്മൾ പഠിച്ചത് ഇൻകറക്റ്റ് സമ്മറി പ്രോബ്ലം എന്നായിരുന്നു. സോ അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് അല്ല. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് പെട്ടെന്നങ്ങ് പറഞ്ഞു പോവാം. അപ്പോൾ ഡേർട്ടി റീഡ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐറ്റം, അതായത് ഒരു റിട്ടൺ ബൈ അൺകമ്മിറ്റഡ് ട്രാൻസാക്ഷനെ റീഡ് ചെയ്യുന്നു. അതായത് ഒരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്ത് റൈറ്റ് ചെയ്ത് പക്ഷേ അതിനെ കമ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ കമ്മിറ്റ് ചെയ്യാത്ത ഒരു ഡേറ്റ ഐറ്റത്തിനെ മറ്റൊരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, അവിടെ ഒരു ഡേർട്ടി റീഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ട്രാൻസാക്ഷൻ T1 എന്ത് ചെയ്യുന്നുണ്ട്, T1 ഒരു എ എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിനെ ആദ്യം റീഡ് ചെയ്യുന്നു, പിന്നെ അതിലേക്ക് റൈറ്റ് ചെയ്യുന്നു, പക്ഷേ അത് കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ കമ്മിറ്റ് ചെയ്യാത്ത ഒരു ഐറ്റത്തിനെയാണ് അടുത്ത ട്രാൻസാക്ഷൻ T2 റീഡ് ചെയ്യുന്നത്. സോ അതാണ് ഡേർട്ടി റീഡ് പ്രോബ്ലം. ദ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്, അപ്പോൾ ഇത് സംഭവിക്കുന്ന എപ്പോഴാണ്, ടു ഓർ മോർ ട്രാൻസാക്ഷൻ റീഡ് ആൻഡ് അപ്ഡേറ്റ് ദ സെയിം ഡേറ്റ ഐറ്റത്തിനെ തന്നെ റീഡ് അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ അപ്ഡേറ്റ്സ് ഒക്കെ മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം. ദെൻ അൺറിപ്പീറ്റബിൾ റീഡ് പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ട്രാൻസാക്ഷൻ രണ്ടിലധികം തവണ എന്ത് ചെയ്യുന്നു, ടോയ്സ് അല്ലെങ്കിൽ ഒന്നിലധികം തവണ എന്ത് ചെയ്യുന്നു, സെയിം ഡേറ്റ ഐറ്റത്തിനെ റീഡ് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് മറ്റൊരു ട്രാൻസാക്ഷൻ ഈ ഡേറ്റ ഐറ്റത്തിനെ റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ T1 എന്ന് പറയുന്ന ആദ്യം റീഡ് ചെയ്തു, അപ്പോൾ 10 ആണ്. ദെൻ ഇതിനിടയ്ക്ക് T2 വന്നിട്ട് ഇതിനെ റീഡ് ചെയ്ത് അതിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എഗെയിൻ T1 റീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നത്തെ വാല്യൂ അല്ല കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടായി. സോ ഇതാണ് അൺറിപ്പീറ്റബിൾ റീഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്തത് ഫാൻഡം റീഡ് പ്രോബ്ലം അല്ലെങ്കിൽ ഇൻകറക്റ്റ് സമ്മറി പ്രോബ്ലം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ അപ്പോൾ ഇതാണ് ഇൻകറക്റ്റ് സമ്മറി പ്രോബ്ലം എന്ന് പറയുമ്പോഴും നമുക്ക് ആദ്യം കുറച്ച് ഡേറ്റ ഉണ്ടായിരുന്നു. ദെൻ വീണ്ടും നമ്മൾ ട്രാൻസാക്ഷൻസ്, മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ഇതേ ഡേറ്റേനെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫൈനലി എടുത്ത് നോക്കുമ്പോൾ ഇവരുടെ സമ്മറിയിൽ അല്ലെങ്കിൽ സമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫാൻഡം ടപ്പിൾ പ്രോബ്ലം അല്ലെങ്കിൽ ഫാൻഡം ഡ്രോ പ്രോബ്ലം എന്നോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് സമ്മറി പ്രോബ്ലം എന്നോ പറയാറുള്ളത്. ഓക്കെ. അപ്പോൾ ഡേറ്റാബേസിൽ ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ഇൻഷ്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലംസിനൊക്കെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൺകറൻസി കൺട്രോൾ പ്രോട്ടോക്കോൾസ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുകയും കൺസിസ്റ്റൻസി നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ കൺകറൻസി കൺട്രോൾ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൺകറൻസി കൺട്രോൾ പ്രോട്ടോക്കോളിൽ നിങ്ങൾ ആദ്യമേ നമ്മൾ സീരിയലൈസബിൾ ആണോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ, വ്യൂ സീരിയലൈസബിൾ ആണോ എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം, അതും നമുക്ക് എന്താണ്, അതും കൺകറൻസി കൺട്രോളിന് വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസംസ് ഒക്കെ തന്നെയാണ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ പ്രോട്ടോക്കോൾസ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് കൺകറൻസി കൺട്രോൾ പ്രോട്ടോക്കോൾസ് ആണുള്ളത്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ലോഗ് ബേസ്ഡ് പ്രോട്ടോക്കോൾ മാത്രമാണ്. ദെൻ ടൈം സ്റ്റാമ്പും ഗ്രാഫ് ബേസ്ഡ് പ്രോട്ടോക്കോൾ കുറച്ചുകൂടി വലിയ ക്ലാസ്സുകൾ, അതായത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ലൈക്കിൽ നിങ്ങൾക്ക് ലോഗ് ബേസ്ഡ് പ്രോട്ടോക്കോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോഗ് ബേസ്ഡ് പ്രോട്ടോക്കോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ലോക്കിംഗ് പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പം ഒരു ട്രാൻസാക്ഷന് സം ഡേറ്റ ഐറ്റത്തിലേക്ക് എന്തെങ്കിലും റീഡ് ഓപ്പറേഷനോ റൈറ്റ് ഓപ്പറേഷനോ പെർഫോം ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഒരു ലോക്കിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യണം. അതായത് എനിക്കൊരു സാധനം വേണമെങ്കിൽ എനിക്കത് എൻ്റെതാക്കി മാറ്റണം. അപ്പോൾ അതിന് എനിക്കൊരു ലോക്ക് വേണം. സോ അപ്പോൾ ഒരു ലോക്ക് അക്വയർ ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഡേറ്റ ഐറ്റത്തിനെ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പറ്റുള്ളൂ. അപ്പോൾ ഈ ലോക്കിംഗ് മെക്കാനിസം മാനേജ് ചെയ്യുന്നത് ഒരു കൺകറൻസി കൺട്രോൾ സബ്സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷന് സം ഡേറ്റ ഐറ്റത്തിൽ ഒരു A എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിൽ സം ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് റിക്വസ്റ്റ് ഫോർ എ ലോക്ക് ഫസ്റ്റ്. അപ്ലൈ ലോക്ക് ഓൺ ദാറ്റ് ഡേറ്റ ഐറ്റത്തിൽ ആദ്യം ഒരു ലോക്ക് വേണമെന്നുള്ള റിക്വസ്റ്റ് കൊടുക്കും.
ദെൻ അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ലോക്സ് ആണുള്ളത്. ഷെയ്ഡ് ലോക്ക്, നമ്മൾ ദെൻ ഡേറ്റ ഐറ്റം എനെ ആക്സസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ S(A) എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുന്നു. ദെൻ എക്സ്ക്ലൂസീവ് ലോക്ക് X(A) എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുന്നു. അപ്പോൾ ഷെയ്ഡ് ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെയ്ഡ് ലോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് റീഡ് ഓപ്പറേഷൻ മാത്രമാണ് പെർഫോം ചെയ്യാനുള്ളതെങ്കിൽ, ഒരു ഡേറ്റ ഐറ്റത്തിൽ ഒരു റീഡ് ഓപ്പറേഷൻ മാത്രമേ പെർഫോം ചെയ്യാനുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, അതിന് ഈ ഷെയ്ഡ് ലോക്കിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ ട്രാൻസാക്ഷൻ T1 എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിന് ഷെയ്ഡ് ലോക്കാണ് ആദ്യം റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഷെയ്ഡ് ലോക്ക് അപ്ലൈ ചെയ്തു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യാം, ഡേറ്റ ഐറ്റത്തിനെ റീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് ലോക്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദെൻ വാട്ട് അബൌട്ട് എക്സ്ക്ലൂസീവ് ലോക്ക്? എക്സ്ക്ലൂസീവ് ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോക്ക് അക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷന് ആ ഡേറ്റ ഐറ്റത്തിൽ ദേ ക്യാൻ പെർഫോം റീഡ്, റൈറ്റ് അല്ലെങ്കിൽ 2 ഓപ്പറേഷനും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇപ്പോൾ ഇവിടെ T1 ആദ്യം എക്സ്ക്ലൂസീവ് ലോക്ക് A എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിന് എക്സ്ക്ലൂസീവ് ലോക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഡേറ്റ ഐറ്റത്തിൻ്റെ റീഡ് ചെയ്യുകയും അതുപോലെ റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ എക്സ്ക്ലൂസീവ് ലോക്കും ഷെയ്ഡ് ലോക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറേയധികം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺകറൻസി കൺട്രോൾ മാനേജർ ഉണ്ടാവും. അപ്പോൾ കൺകറൻസി കൺട്രോൾ മാനേജർ ഈ ഒരു ലോഗ് ബേസ്ഡ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ലോഗ് ബേസ്ഡ് സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ലോഗ് കോമ്പാറ്റിബിലിറ്റി മെട്രിക്സ് ഉണ്ടാവും. അപ്പോൾ ഈ ലോഗ് കോമ്പാറ്റിബിലിറ്റി മെട്രിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമുക്ക് TI എന്ന് പറയുന്ന മെട്രിക്സ് TI എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഒരു ഷെയ്ഡ് ലോക്കാണ് ഓൾറെഡി അതിനുള്ളത്. അതായത് ഒരു A എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിന് ഷെയ്ഡ് ലോക്ക് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു ട്രാൻസാക്ഷന് ഷെയ്ഡ് ലോക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പക്ഷേ എക്സ്ക്ലൂസീവ് ലോക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിലോട് ഉദ്ദേശിക്കുന്നത്. അതായത് TI ഷെയ്ഡാണ്, ദെൻ എന്താണ് അപ്പോൾ TI ഷെയ്ഡ് ലോക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദെൻ അപ്പോൾ TI ഷെയ്ഡ് ലോക്കാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ TJക്ക് എന്ത് ചെയ്യാം, ഷെയ്ഡ് ലോക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എക്സ്ക്ലൂസീവ് ലോക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ഇഫ് TI എക്സ്ക്ലൂസീവ് ലോക്കാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്, ദെൻ ഷെയ്ഡ് ലോക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എക്സ്ക്ലൂസീവ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എക്സ്ക്ലൂസീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ട്രാൻസാക്ഷനും ഈ സെയിം ഡേറ്റ ഐറ്റത്തിനെ ഷെയ്ഡ് ലോക്ക് അപ്ലൈ ചെയ്യാനോ എക്സ്ക്ലൂസീവ് അപ്ലൈ ചെയ്യാനോ പറ്റത്തില്ല. അതാണ് പറയുന്നത്. ഷെയ്ഡാണ്, ദെൻ അതിന് വീണ്ടും ഷെയ്ഡായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കേസ് നോക്കാം. ഇഫ് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ക്യാൻ പെർഫോം റീഡ് ഓപ്പറേഷൻ ഓൺ സെയിം ഡേറ്റ ഐറ്റം അറ്റ് ദ സെയിം ടൈം. അപ്പോൾ റീഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ആർക്ക് വേണം, എത്ര പേർക്ക് വേണമെങ്കിലും റീഡ് ചെയ്യാം. മോർ ദാൻ 1 ഷെയ്ഡ് ലോക്ക് പോസിബിളാണ്. അപ്പോൾ T1 ആദ്യം എന്ത് ചെയ്യുന്നു, S(A) എന്ന് പറയുന്ന, അതായത് A എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിനെ ആദ്യം ഷെയ്ഡ് ലോക്ക് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അതിനെ റീഡ് ചെയ്യുന്നു. ദെൻ T2ന് എന്ത് ചെയ്യാം, ഷെയ്ഡ് ലോക്ക് അപ്ലൈ ചെയ്യാം, അതിനെ റീഡ് ചെയ്യാം. T4നും എന്ത് ചെയ്യാം, ഷെയ്ഡ് ലോക്ക് അപ്ലൈ ചെയ്യാം, റീഡ് ചെയ്യാം. നോക്കുക, ഷെയ്ഡാണ്, ഷെയ്ഡ് ലോക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ദെൻ അപ്പോൾ ഇനി ഒരു ട്രാൻസാക്ഷൻ എക്സ്ക്ലൂസീവ് ലോക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ ഓൾറെഡി നമുക്ക് നോക്കാം, T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഷെയ്ഡ് ലോക്ക് കൊടുത്തു, എന്നിട്ട് അതിനെ റീഡ് ചെയ്തു. T2വും എന്ത് ചെയ്തു, ഷെയ്ഡ് ലോക്ക് കൊടുത്തു, റീഡ് ചെയ്തു. ദെൻ TN എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ എക്സ്ക്ലൂസീവ് ലോക്ക് ഓൺ A കൊടുക്കുകയാണ്. അത് പോസിബിൾ ആണോ? അല്ല. കാരണം എന്താണ്, ഇവിടെ ഒരു ഷെയ്ഡ്, ദെൻ ഓൾറെഡി ഒരാൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡേറ്റയാണ്, അതിനെ വന്നിട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ക്ലൂസീവ് ലോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എക്സ്ക്ലൂസീവ് ലോക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഓക്കെ, ദെൻ ഇനി പക്ഷേ എന്ത് ചെയ്യാം, അൺലോക്ക് ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അത് പോസിബിളാണ്. നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ആദ്യം ഷെയ്ഡ് ലോക്ക് അപ്ലൈ ചെയ്തു, ദെൻ അതിനെ റീഡ് ചെയ്തു. ദെൻ T2വും ഷെയ്ഡ് ലോക്ക് കൊടുക്കും. ഓക്കെ, ഓൾറെഡി ഷെയ്ഡാണ്. ദെൻ T2നും ഷെയ്ഡ് ലോക്ക് അപ്ലൈ ചെയ്യാം, ഓക്കെ ആണ്. ദെൻ അതിനെ റീഡ് ചെയ്തു. ദെൻ അതിന് ശേഷം T1 എന്ത് ചെയ്തു, A എന്ന് പറയുന്ന ഡേറ്റയെ അൺലോക്ക് ചെയ്തു, T2വും അൺലോക്ക് ചെയ്തു. ദെൻ
TN എന്തിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നു? എക്സ്ക്ലൂസീവ് ലോക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നു. അത് പോസിബിൾ ആണോ? ആണ്. ബിക്കോസ് ഇത് ഓൾറെഡി ഡേറ്റ ഐറ്റം അൺലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ആരും ആ ഡേറ്റേനെ ആരും ഹോൾഡ് ചെയ്തിരിക്കുന്നില്ല, റീഡ് ചെയ്യുന്നതുമില്ല, റൈറ്റ് ചെയ്യുന്നതുമില്ല. സോ എനിക്ക് എന്ത് ചെയ്യാം? എക്സ്ക്ലൂസീവ് ലോക്ക് ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിബിളാണ്. ദെൻ ആ ഡേറ്റ ഐറ്റത്തിന് റൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ദെൻ അപ്പോൾ ഇത് നമുക്ക് ലോ കോമ്പാറ്റിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ആദ്യം ഷെയ്ഡ് ലോക്ക് അപ്ലൈ ചെയ്യുന്നു. ദെൻ ഡേറ്റ ഐറ്റം റീഡ് ചെയ്യുന്നു. വെൻ ബീന് ഷെയ്ഡ് ലോക്ക് അപ്ലൈ ചെയ്യുന്നു, ഡേറ്റ ഐറ്റം റീഡ് ചെയ്യുന്നു. ദെൻ എന് അൺലോക്ക് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ്, എനെ അൺലോക്ക് ചെയ്തിട്ട് അടുത്തതായിട്ട് എക്സ്ക്ലൂസീവ് ലോക്ക് ഓൺ എ. അത് പോസിബിൾ ആണോ? ആണ്. കാരണം എനെ ഓൾറെഡി അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അത് എക്സ്ക്ലൂസീവ് ലോക്ക് ഓൺ എ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ദെൻ എനെ റീഡ് ചെയ്തു. ദെൻ എക്സ്ക്ലൂസീവ് ലോക്ക് ഓൺ ബി ഇവിടെ പോസിബിൾ ആണോ? അല്ല. കാരണം ബി നമ്മൾ അവിടെ ഷെയ്ഡ് ചെയ്തിട്ട് അതിനെ ബീനെ അൺലോക്ക് ചെയ്തിട്ടില്ല. സോ ഇതിന് എക്സ്ക്ലൂസീവ് ലോക്ക് പോസിബിൾ അല്ല. സോ ഇത് ലോക്ക് കോമ്പാറ്റിബിൾ അല്ല. ഇപ്പോൾ ലോക്ക് കോമ്പാറ്റിബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ കോമ്പാറ്റിബിലിറ്റി മെട്രിക്സ് ഓർമ്മ വരണം. ഷെയ്ഡാണ്, ദെൻ ഷെയ്ഡ് കൊടുക്കാം. ദെൻ അൺലോക്ക് ചെയ്തിട്ടാണ് എക്സ്ക്ലൂസീവ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എന് മാത്രമേ അൺലോക്ക് ചെയ്തിട്ടുള്ളൂ, ബീനെ അൺലോക്ക് ചെയ്തിട്ടില്ല. ബീനെ അൺലോക്ക് ചെയ്യാതെ വേറൊരാൾ വന്നിട്ട് അടുത്ത ട്രാൻസാക്ഷൻ വന്നിട്ട് അതിനെ എക്സ്ക്ലൂസീവായിട്ട് വേണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കാൻ പറ്റത്തില്ല. സോ ലോക്ക് കോമ്പാറ്റിബിൾ അല്ല എന്ന് നമ്മൾ പറയും. ദെൻ ഈ തന്നിരിക്കുന്നത് ലോക്ക് കോമ്പാറ്റിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഷെയ്ഡ് ലോക്ക് കൊടുത്തു, എന് ഷെയ്ഡ് ലോക്ക്. ദെൻ അതിനെ റീഡ് ചെയ്യുന്നു, അൺലോക്ക് ചെയ്യുന്നു. ബീനെ എന്ത് ചെയ്യുന്നു? ഷെയ്ഡ് ലോക്ക് കൊടുത്തു, ബീനെ റീഡ് ചെയ്യുന്നു. ദെൻ എന് എക്സ്ക്ലൂസീവ് ലോക്ക് കൊടുത്തു. പോസിബിൾ ആണോ? ആണ് അല്ലേ? കാരണം അവിടെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ എനെ റൈറ്റ് ചെയ്യുന്നു. ദെൻ ഷെയ്ഡ് ലോക്കിനെ ആക്സസ് ചെയ്യുന്നു. ഷെയ്ഡ് ലോക്ക് ഓൺ ബി. ഇത് പോസിബിൾ ആണോ? ആണ്. കാരണം ഓൾറെഡി ഷെയ്ഡ് ലോക്ക് ഓൺ ബി മാത്രമേ ഉള്ളൂ. അത് ഷെയ്ഡ് ലോക്ക് ഓൺ ബി ആണ്. വീണ്ടും ഷെയ്ഡ് ലോക്ക് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, റീഡ് ചെയ്യാനാണ്. ദെൻ റീഡ് ചെയ്യുന്നു. ദെൻ അൺലോക്ക് എ, അൺലോക്ക് ബി. ഇതെന്താണ്? ഇത് ലോക്ക് കോമ്പാറ്റിബിൾ ആണ്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന ഒരു സിമ്പിൾ ലോക്കിംഗ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ ലോക്കിംഗ് പ്രോട്ടോക്കോളിൽ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് കോമ്പാറ്റിബിൾ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സീരിയൽ ഷെഡ്യൂളായിരുന്നു തന്നിരുന്നത്. ഇനി അടുത്തൊരു നോൺ സീരിയൽ ഷെഡ്യൂൾ നോക്കുകയാണ്. അപ്പോൾ ഈ നോൺ സീരിയൽ ഷെഡ്യൂളിൽ നിങ്ങൾ നോക്കുക, ആദ്യം ഷെയ്ഡ് ലോക്ക് ഓൺ എ റീഡ് ചെയ്യുന്നു, അതിനെ അൺലോക്ക് ചെയ്യുന്നു. ദെൻ എക്സ്ക്ലൂസീവ് ലോക്ക് ഓൺ എ പോസിബിൾ ആണോ? ആണ്. കാരണം ഓൾറെഡി അവിടെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ റൈറ്റ് ചെയ്യുന്നു, അൺലോക്ക് ചെയ്യുന്നു. എക്സ്ക്ലൂസീവ് ലോക്ക് ഓൺ ബി പോസിബിൾ ആണോ? ആണ്. കാരണം വേറെ ആരും ഇതിന് ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ് ലോക്ക് ഓൺ ബി ഓക്കെ ആണ്. ദെൻ അതിനെ റൈറ്റ് ചെയ്യുന്നു, അൺലോക്ക് ചെയ്യുന്നു. എഗെയിൻ ഷെയ്ഡ് ലോക്ക് ഓൺ ബി റീഡ് ചെയ്യുന്നു, അൺലോക്ക് ചെയ്യുന്നു. ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലോക്ക് കോമ്പാറ്റിബിൾ ആണ്. പക്ഷേ ഇത് സീരിയലൈസബിൾ അല്ല എന്ന് പറയാൻ കാരണം നമുക്കിവിടെ ഒരു നിങ്ങൾ സീരിയലൈസബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കൂലേ. അതായത് ഇവിടെ ഡേറ്റയെ റീഡ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. അത് T1 റീഡ് ശേഷം ഇവിടെ ഒരു റൈറ്റ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ എന്താണ്? T1 to T2 ഒരു നമ്മുടെ പ്രസിഡൻസ് ഗ്രാഫ് വരച്ചു നോക്കാം. പ്രസിഡൻസ് ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം നോൺ സീരിയലൈസബിൾ ആണ്. ദെൻ അപ്പോൾ T1 to T2 നോക്കിക്കേ, ഒരു റീഡ് ഓപ്പറേഷൻ, ദെൻ റൈറ്റ്. അപ്പോൾ T1 നിന്ന് T2 നോക്കുക. ഇനി ബി എന്നുള്ള ഐറ്റം ഇവിടെ റൈറ്റ് ചെയ്യുന്നുണ്ട്, ബി എന്നുള്ള ഐറ്റം റീഡ് ചെയ്യുന്നുണ്ട്. സോ T2 to T1 എന്താണ്? എഗെയിൻ ഒരു ആരോ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഇവിടെ സൈക്കിൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് സീരിയലൈസബിൾ അല്ല, പക്ഷേ ലോക്ക് കോമ്പാറ്റിബിൾ ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ സിമ്പിൾ ലോക്കിംഗ് പ്രോട്ടോക്കോളിലുള്ള പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയലൈസബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഡെഡ് ലോക്കും ഉണ്ടാവും. അപ്പോൾ സീരിയലൈസബിലിറ്റി ഗ്യാരണ്ടി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സം അഡീഷണൽ പ്രോട്ടോക്കോൾ കൊടുക്കണം. അതായത് ലോക്കിങ്ങിനും അൺലോക്കിങ്ങിനും സം പൊസിഷനിങ്ങിൻ്റെ പ്രശ്നം കൂടെ നമ്മൾ കൊടുക്കും. അപ്പോൾ അതാണ് നമുക്കിനി അടുത്തതായിട്ട് പഠിക്കാനുള്ള 2 phase ലോക്കിംഗ് പ്രോട്ടോക്കോൾ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 phase ലോക്കിംഗ് പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പം ഇവിടെ ഓരോ ട്രാൻസാക്ഷനിലും ദെൻ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിളും എല്ലാ ട്രാൻസാക്ഷൻസും കോൺഫ്ലിക്റ്റ് സീരിയലൈസബിളും ആയിരിക്കും. അപ്പോൾ ഓൾവേസ് ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു സീരിയൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് 2 phase ലോക്കിങ്ങിലാണ് എങ്കിൽ അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾ ആയിരിക്കും. ഓക്കെ.
അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ 2 ഫേസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രോയിങ് ഫേസും ഷ്രിങ്കിങ് ഫേസും. ഒന്നുമില്ല, മുന്നേ പറഞ്ഞ ആ ലോഗ് സെയിം കാര്യം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗ്രോയിങ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ലോക്കുകൾ നമുക്ക് അക്വയർ ചെയ്യുന്ന ആ ഒരു ഫേസിനെയാണ് ഗ്രോയിങ് ഫേസ്. അതെന്ന് പറയുന്നത് ഷെയ്ഡ് ലോക്കാവാം, എക്സ്ക്ലൂസീവ് ലോക്കാവാം. ഓക്കെ, അപ്പം പുതിയ ലോക്കിനെ അക്വയർ ചെയ്യുന്ന ഫേസാണ് ഗ്രോയിങ് ഫേസ്. ദെൻ അവിടെ നമ്മൾ ലോക്കിന് അപ്ലൈ കൊടുക്കുക മാത്രമേ ഉള്ളൂ, അക്യൂർ ചെയ്ത് മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ലോക്കിംഗ് ഈസ് അലൗഡ്, അൺലോക്കിംഗ് ഇല്ല. ദെൻ അൺലോക്കിംഗ് ഫേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഷ്രിങ്കിങ് ഫേസ് എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് ലോക്കിനെ റിലീസ് ചെയ്യും. നോ ന്യൂ ലോക്സ് ക്യാൻ ബി അക്വേർഡ്. പുതിയ ലോക്കിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, അക്വേർഡ് ചെയ്യത്തില്ല. അപ്പോൾ ഗ്രോയിങ് ഫേസ് എന്ന് പറയുമ്പോൾ ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇറ്റ് ക്യാൻ ബി ഷെയ്ഡ് ലോക്കാവാം, എക്സ്ക്ലൂസീവ് ലോക്കാവാം. ദെൻ ഷ്രിങ്കിങ് ഫേസ് എന്ന് പറയുന്നത് അൺലോക്ക് ചെയ്യുന്ന ഫേസ്. അപ്പം അൺലോക്ക് ചെയ്യുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മളെന്തെന്ന് പറയുക, ഷ്രിങ്കിങ് ഫേസ് എന്ന് പറയുക. അവിടെ നമ്മൾ അൺലോക്ക് ചെയ്യുക മാത്രമേ ഉള്ളൂ, പുതിയ ലോക്കുകൾ അക്വയർ ചെയ്യത്തില്ല. ദെൻ അപ്പോൾ നമുക്കൊരു ട്രാൻസാക്ഷൻ ആദ്യം ലോക്ക് അപ്ലൈ ചെയ്യുക, അപ്പോൾ ഗ്രോയിങ് ഫേസ്. അതിനുശേഷം സം ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് പിന്നെ ലോക്ക് റിലീസ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഷ്രിങ്കിങ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി ഇവിടെ നമ്മൾ 2 ഫേസ് ലോക്കിങ്ങിലുള്ള ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എവറി ട്രാൻസാക്ഷൻ ഷുഡ് ഫസ്റ്റ് പെർഫോം ഗ്രോയിങ് ഫേസ് ആൻഡ് ദെൻ ഷ്രിങ്കിങ് ഫേസ്. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആദ്യം എന്ത് ചെയ്യുക, ഗ്രോയിങ് ഫേസ് പെർഫോം ചെയ്യുക, അതിനുശേഷം ഷ്രിങ്കിങ് ഫേസ് പെർഫോം ചെയ്യുക. ദെൻ ഷ്രിങ്കിങ് ഫേസിന് ശേഷം ഗ്രോയിങ് ഫേസ് പോസിബിൾ അല്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഷ്രിങ്കിങ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അൺലോക്ക് ചെയ്യുന്ന ഫേസ്. അപ്പോൾ അൺലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ലോക്ക് അക്വയർ ചെയ്യുക. ഇറ്റ് ക്യാൻ ബി റീഡ് ലോക്കാവാം, അതായത് ഷെയ്ഡ് ലോക്കാവാം, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ലോക്കാവാം. അത് പോസിബിൾ അല്ല എവിടെയാണ്, 2 ഫേസ് ലോക്കിങ്ങിൽ. അപ്പോൾ ഗ്രോയിങ് ഫേസ് ഇവിടെ കമ്പൾസറി ആണ്, അതായത് ലോക്ക് അക്വയർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, കമ്പൾസറി ആണ്. ദെൻ ലോക്ക് റിലീസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ നമ്മൾ മുന്നേ പറഞ്ഞു 2 ഫേസ് ലോക്കിംഗ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ്. പക്ഷേ എല്ലാ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിളും 2 ഫേസ് ലോക്കിങ്ങിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ദെൻ ഇവിടെ നമുക്ക് വേറൊരു ലോക്ക് പോയിൻ്റ് കൂടി നോക്കണം. ട്രാൻസിഷൻ ലാസ്റ്റ് ലോക്ക് അക്വയർ ചെയ്യുന്ന എവിടെയാണ്, ആ പോയിൻറ്റിനാണ് നമ്മൾ ലോക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഒരു ഷെഡ്യൂള് 2 ഫേസ് ലോക്കിംഗ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കുക, നമ്മൾ ആദ്യം നോക്കി എക്സ്ക്ലൂസീവ് ലോക്ക് കൊടുത്തു, റീഡ് ചെയ്തു, റൈറ്റ് ചെയ്തു. ദെൻ അടുത്ത ഷെയ്ഡ് ലോക്കിന് യൂസ് ചെയ്യുന്നു, അതിനെ റീഡ് ചെയ്യുന്നു. ദെൻ വീണ്ടും SB ആണ്, അതായത് ഷെയ്ഡ് ലോക്ക് ഓൺ B പോസിബിൾ ആണോ, ലോക്ക് കോമ്പാറ്റിബിൾ ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം എനെ ആരും ആക്സസ് ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ് ലോക്ക് കൊടുക്കാം. ദെൻ ബീന് ഷെയ്ഡ് ലോക്ക് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ, ഇവിടെ വേറൊരു ഡേറ്റ ഐറ്റത്തിനാണ് ഷെയ്ഡ് ലോക്ക് കൊടുക്കുന്നത്, എനെ അല്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഷെയ്ഡ് ലോക്ക് കൊടുത്തു, അതിനെ റീഡ് ചെയ്തു. എഗെയിൻ ഷെയ്ഡ് ലോക്ക് ഓൺ B T2 ആണ്. T2 അടുത്ത ട്രാൻസാക്ഷൻ ഷെയ്ഡ് ലോക്ക് ഓൺ B അക്വയർ ചെയ്യുന്നു, കുഴപ്പമില്ല. ദെൻ റീഡ് ചെയ്യുന്നു, ദെൻ അൺലോക്ക് ചെയ്യുന്നു, ദെൻ ബീനെ T1 അൺലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ലോക്ക് കോമ്പാറ്റിബിൾ ആണ്. ദെൻ 2 ഫേസ് ലോക്കിംഗ് ആണോ, അതെ 2 ഫേസ് ലോക്കിംഗ് ആണ്. കാരണം എന്താണ്, ഗ്രോയിങ് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക് അക്വയർ ചെയ്യുന്ന ഫേസ് കഴിഞ്ഞതിന് ശേഷം എന്താണ്, T1 അൺലോക്കിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരെങ്കിലും ലോക്കിനെ അക്വയർ ചെയ്യുന്നുണ്ടോ, ഇല്ല. ദെൻ T2 അൺലോക്കിംഗ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആരെങ്കിലും അക്വയർ ചെയ്യുന്നുണ്ടോ, ഇല്ല. ഓക്കെ, സപ്പോസ് ഈ T2 ഇവിടെ അൺലോക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഏതെങ്കിലും ഒരു ഡേറ്റേനെ ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇത് 2 ഫേസ് ലോക്കിങ്ങിൽ അല്ല എന്ന് പറയാമായിരുന്നു. ഇപ്പോൾ ഇവിടെ അൺലോക്കിന് ശേഷം വീണ്ടും ലോക്ക് അക്വയർ ചെയ്യുന്നൊരു ഫേസ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് 2 ഫേസ് ലോക്കിങ്ങിലാണ്. ഇനി നമുക്ക് 2 ഫേസ് ലോക്കിങ്ങിൽ അല്ലാത്തൊരെണ്ണം നോക്കാം. അപ്പോൾ ഇത് 2 ഫേസ് ലോക്കിങ്ങിലാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അൺലോക്കിന് ശേഷം ആദ്യം ലോക്ക് കോമ്പാറ്റിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലോക്ക് കോമ്പാറ്റിബിൾ ആണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ ഷെയ്ഡ് ഓൾറെഡി ഷെയ്ഡാണ് എങ്കിൽ പിന്നെ ഷെയ്ഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അടുത്തത് ഇത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഷെയ്ഡ് ലോക്ക് ഓൺ A, ഓക്കെ. ദെൻ അതിനെ റീഡ് ചെയ്യുന്നു. ദെൻ T2 എന്താ ചെയ്യുന്നത്, ഷെയ്ഡ് ലോക്ക് ഓൺ B പോസിബിൾ ആണോ, ആണ്. ദെൻ അതിനെ റീഡ് ചെയ്യുന്നു, അൺലോക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്തത് എക്സ്ക്ലൂസീവ് ലോക്ക് ഓൺ B പോസിബിൾ ആണോ, എക്സ്ക്ലൂസീവ് ലോക്ക് ഓൺ B എന്ന് പറയുന്നത് പോസിബിൾ ആണോ എന്ന് നോക്കുമ്പം എന്താണ്, ഇവിടെ
ഷെയർഡ് ലോക്ക് ഓൺ ബി ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ അൺലോക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ എക്സ്ക്ലൂസീവ് ലോക്ക് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ദെൻ അതിനെ റീഡ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു, അൺലോക്ക് ചെയ്യുന്നു. ദെൻ എഗെയിൻ T2 ഷെയർഡ് ലോക്ക് ഓൺ ബി, റീഡ്, അൺലോക്ക്. ഇവിടെ അൺലോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുക, T2 ഇവിടെ ഒരു അൺലോക്കിംഗ് ഉണ്ട്. അതായത് ഷെയർഡ് ലോക്ക് ഓൺ ബി ചെയ്തിട്ട് റീഡ് ചെയ്തു, എന്നിട്ടൊരു അൺലോക്കിംഗ് ഉണ്ട്. ആ അൺലോക്കിംഗ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഷെയർഡ് ലോക്ക് കൊടുക്കുക. അതായത് ലോക്ക് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ശ്രമിക്കുകയാണ്. നമ്മളോട് പറഞ്ഞ എന്തായിരുന്നു, 2 ഫേസ് ലോക്കിങ്ങിൽ അൺലോക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ലോക്ക് അക്വയർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇത് ലോക്ക് കോമ്പാറ്റിബിൾ ആണ്, പക്ഷേ 2 ഫേസ് ലോക്കിങ്ങിൽ അല്ല. ഓക്കെ ആണല്ലോ. ഇനി എന്തൊക്കെയാണ് നമ്മളുടെ 2 ഫേസ് ലോക്കിങ്ങിലുള്ള പ്രോബ്ലംസ്? അപ്പം റിക്കവറബിലിറ്റി എൻഷുർ ചെയ്യുന്നില്ല, അതായത് കറക്റ്റായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റണം എന്നില്ല. ദെൻ കാസ്കേഡിങ് റോൾ ബാക്ക്സ് പോസിബിൾ ആണ്, ഡെഡ് ലോക്സ് പോസിബിൾ ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലം. അപ്പോൾ റിക്കവറബിലിറ്റി എൻഷുർ ചെയ്യുന്നില്ല എന്നുള്ളതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ T1 T2 എന്ന് പറയുന്ന 2 ട്രാൻസാക്ഷൻ. അപ്പോൾ T1 ആദ്യം എന്ത് ചെയ്യുന്നു, ഷെയർഡ് ലോക്ക് ഓൺ ബി, ദെൻ എക്സ്ക്ലൂസീവ് ലോക്ക് ഓൺ എ, ദെൻ അതിനെ റീഡ് ചെയ്യുന്നു. ദെൻ അടുത്ത് എന്ത് ചെയ്യുന്നത്, ഷെയർഡ് ലോക്ക് ഓൺ ബി പോസിബിൾ ആണോ? ആണ്. കാരണം ഷെയർഡ് ലോക്ക് ഓൺ ബി മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വീണ്ടും ഷെയർഡ് ലോക്ക് യൂസ് ചെയ്യാം. ദെൻ ഇവിടെ നോക്കുക, ഇവിടെ റിക്കവറബിൾ അല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിക്കവറബിലിറ്റിയിൽ നമ്മൾ എന്താ പറയുന്നത്, ആദ്യം റൈറ്റ് ചെയ്യുന്ന ഏത് ട്രാൻസാക്ഷനാണോ അത് വേണം ഫസ്റ്റ് കമ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ആരാണ്, എയിന് റൈറ്റ് ചെയ്യുന്നത് T1 ആണ്. പക്ഷേ ആദ്യം കമ്മിറ്റ് പെർഫോം ചെയ്യുന്ന ആരാണ്, T2 ആണ്. T2 കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് T1 കമ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, റിക്കവറബിൾ അല്ല. സോ ഇത് ലോക്ക് കോമ്പാറ്റിബിൾ ആണ്. 2 ഫേസ് ലോക്കിങ്ങിലാണോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, അൺലോക്ക് ചെയ്തതിന് ശേഷം വേറെ ആരും ലോക്ക് അക്വയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അൺലോക്ക് ചെയ്തതിന് ശേഷം ആരും ലോക്ക് അക്വയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതെന്താണ്, 2 ഫേസ് ലോക്കിങ്ങിലാണ്. ഇവിടെ അൺലോക്ക് ചെയ്തതിന് ശേഷം ആരും ലോക്ക് അക്വയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ 2 ഫേസ് ലോക്കിങ്ങിലാണ്. പക്ഷേ ഇവിടെ ഇറിക്കവറബിൾ ആണ്. കാരണം എന്താണ്, ആദ്യം റൈറ്റ് ചെയ്ത ആളല്ല കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇറ്റ്സ് ലോക്ക് കോമ്പാറ്റിബിൾ, 2 ഫേസ് ലോക്കിങ്ങിലാണ്, പക്ഷേ ഇറിക്കവറബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഒരു 2 ഫേസ് ലോക്കിങ്ങിലുണ്ട് ഒരു ഷെഡ്യൂൾ 2 ഫേസ് ലോക്കിങ്ങിലാണ് എന്ന് പറയുന്നത് കൊണ്ട് റിക്കവറബിൾ ആകണം എന്നില്ല. ഓക്കെ, ദെൻ കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ, കാസ്കേഡിങ് റോൾ ബാക്ക്സ് പോസിബിൾ ആണോ എന്ന് നോക്കാം. ഇവിടെയും ഇത് ലോക്ക് കോമ്പാറ്റിബിൾ ആണ്, 2 ഫേസ് ലോക്കിങ്ങിലാണ്, റിക്കവറബിൾ ആണ്. ആദ്യം റൈറ്റ് ചെയ്ത ആൾ കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണിത്. പക്ഷേ ഇറ്റ്സ് നോട്ട് കാസ്കേഡ്ലെസ്. കറക്റ്റായിട്ട് റോൾ ബാക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. ഓക്കെ, ദെൻ ഡെഡ് ലോക്സും പോസിബിളാണ്. ഡെഡ് ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു OSൽ ഡെഡ് ലോക്സിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ T1 ആദ്യം എക്സ്ക്ലൂസീവ് ലോക്ക് ഓൺ എ, അതിനെ റീഡ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. T2 എക്സ്ക്ലൂസീവ് ലോക്ക് ഓൺ ബി, റീഡ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. ഇൻ കേസ് T1ന് എന്ത് വേണം, T2ന് ബി എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിനെ അപ്ഡേറ്റ് ചെയ്യണം, റൈറ്റ് ചെയ്യണം. പക്ഷേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഓൾറെഡി T2 അതിന് എക്സ്ക്ലൂസീവ് ലോക്ക് ഇട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇതിനെ അൺലോക്ക് ചെയ്താലേ ഇതിനത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. T2 അൺലോക്ക് ചെയ്താലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദ സെയിം വേ T2 എന്ത് ചെയ്യണം, എ എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിനെ അപ്ഡേറ്റ് ചെയ്യണം. പക്ഷേ ഇത് T1 അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഇതിനത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ആരും ഇത് അൺലോക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ആരും ഇതിനെ റിലീസ് ചെയ്യത്തില്ല. ആരെങ്കിലും റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. ഇതാണ് ഒരു ഡെഡ് ലോക്ക് സിറ്റുവേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ 2 ഫേസ് ലോക്കിങ് കൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ദെൻ സിമ്പിൾ 2 ഫേസ് ലോക്കിങ്ങിലോട്, അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ തന്നെ 2 ഫേസ് ലോക്കിങ്ങിൻ്റെ തന്നെ 3 വേരിയേഷൻസ് യൂസ് ചെയ്യാം. അതാണ് സ്ട്രിക്റ്റ് 2 ഫേസ് ലോക്കിങ്, റിഗറസ് 2 ഫേസ് ലോക്കിങ്, കൺസർവേറ്റീവ് 2 ഫേസ് ലോക്കിങ്. ഓക്കെ, അപ്പോൾ ഇതുകൂടി പറയാം. അപ്പോൾ സ്ട്രിക്റ്റ് 2 ഫേസ് ലോക്കിങ്ങിലെന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള 2 ഫേസ് ലോക്കിങ്ങും പ്ലസ് അതിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. ഓൾ എക്സ്ക്ലൂസീവ് ലോക്ക് ഷുഡ് അൺലോക്ക് ഓൺലി ആഫ്റ്റർ കമ്മിറ്റ് ഓപ്പറേഷൻ. അതായത് എക്സ്ക്ലൂസീവ് ലോക്ക് അൺലോക്ക് ചെയ്തതിന് ശേഷം, അൺലോക്ക് ചെയ്യുന്ന എപ്പോഴാണ്, കമ്മിറ്റ് ഓപ്പറേഷന് ശേഷം മാത്രമേ അൺലോക്ക് ചെയ്യാൻ പാടുള്ളൂ. അതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രിക്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നെയ്തർ അലൗഡ് ടു റീഡ് ഓർ റൈറ്റ് ഡേറ്റ ഐറ്റം അണ്ടിൽ ദ ട്രാൻസാക്ഷൻ ദാറ്റ് ഹാസ് റിട്ടേൺ ഈസ് കമ്മിറ്റഡ് ഓപ്പറേഷന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
അടുത്ത ഡേറ്റ ഐറ്റത്തിന് അതിനെ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ടു ഫേസ് ലോക്കിങ്ങിലേക്ക് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ T1 എന്ന് പറയുന്ന ഒരു ഡേറ്റ ഐറ്റത്തിനെ റൈറ്റ് ചെയ്തു, ദെൻ എന്നിട്ട് അതിന് കമ്മിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് വേണം നമുക്ക് മറ്റൊരു ട്രാൻസാക്ഷൻ അതിനെ എടുത്തിട്ട് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ. സോ ഇതാണ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. അതായത് എല്ലാ ലോക്സും അൺലോക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? കമ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾ ഉണ്ടാവും, സ്ട്രിക്റ്റ് ഷെഡ്യൂൾസ് ജനറേറ്റ് ചെയ്യും, അത് റിക്കവറബിൾ ആയിരിക്കും, കാസ്കേഡ്ലെസ്സും ആയിരിക്കും. പക്ഷേ ഇവിടെ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? ഡെഡ് ലോക്ക് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ എക്സ്ക്ലൂസീവ് ലോക്ക് ഓൺ എ അതിനെ റീഡ് ചെയ്യുന്നു, ഷെയർഡ് ലോക്ക് ഓൺ ബി റീഡ് ചെയ്യുന്നു. ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ T2 ഷെയർഡ് ലോക്ക് ഓൺ ബി അതിനെ റീഡ് ചെയ്യുന്നു. ദെൻ T1 എഗെയിൻ എന്ത് ചെയ്യുന്നു? അതിന് ഡേറ്റ ഐറ്റത്തിനെ റൈറ്റ് ചെയ്യുന്നു, അൺബ്ലോക്ക് ബി, ദെൻ കമ്മിറ്റ് കൊടുത്തു, അൺബ്ലോക്ക് എ, ദെൻ എക്സ്ക്ലൂസീവ് ലോക്ക് ഓൺ എ റീഡ് റൈറ്റ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ലോക്ക് കൊടുക്കുന്നത് നമ്മൾ എന്താണ്? അൺലോക്ക് ചെയ്തതിന് ശേഷമാണ്. ഇപ്പോൾ എനെ അൺലോക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്? കമ്മിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്മിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടാണ് എ എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിലുള്ള ലോക്ക് അത് അൺലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പം എന്താണ്? ഇത് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിങ്ങിലാണെന്ന് പറയാം. അപ്പോൾ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിങ്ങിൽ ബേസിക് ടു ഫേസ് ലോക്കിങ് പ്ലസ് അൺലോക്ക് ചെയ്യുന്നതിന് മുന്നേ കമ്മിറ്റ് കൊടുക്കുക. അത്രയും മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ദെൻ റിഗറസ് ടു ഫേസ് ലോക്കിങ്ങിൽ എന്ന് പറയുമ്പോൾ കുറേ കൂടെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക് ടു ഫേസ് ലോക്കിംഗ് ഉണ്ട്. ദെൻ ഇതിൽ പറയുന്നത് ഓൾ ലോക്സ് ഷുഡ് അൺലോക്ക് ആഫ്റ്റർ കമ്മിറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ മുന്നേ പറഞ്ഞ എക്സ്ക്ലൂസീവ് മാത്രമായിരുന്നു നമ്മളെന്താണ് എക്സ്ക്ലൂസീവ് ലോക്സൊക്കെ എക്സ്ക്ലൂസീവ് ലോക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അൺലോക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. പക്ഷേ റിഗറസിൽ ഈവൻ ഇഫ് ദോ അത് ഷെയർഡ് ലോക്കാവാം എക്സ്ക്ലൂസീവ് ആവാം, അത് രണ്ടും യൂസ് ചെയ്യുവാണെങ്കിലും അത് രണ്ട് കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അൺലോക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് റിഗറസ് ടു ഫേസ് ലോക്കിങ്ങിൽ പറയുന്നത്. അപ്പം റിഗറസ് ടു ഫേസ് ലോക്കിംഗ് എന്ന് പറയുന്നത് സ്ട്രിക്റ്റും ആണ്, പക്ഷേ തിരിച്ച് പോസിബിൾ അല്ല. അപ്പോൾ ഇതിനും എന്താണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? നിങ്ങൾ മറ്റേ നമ്മുടെ റിക്കവറബിൾ ആണ്, കാസ്കേഡ്ലെസ് ആണ്, ദെൻ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂളാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഡെഡ് ലോക്ക് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിഗ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ അപ്പോൾ ഷെയ്ഡ് ലോക്കും എക്സ്ക്ലൂസീവ് ലോക്കും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അൺലോക്ക് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ അൺലോക്ക് ഓൺ സി കൊടുക്കുന്നത് കണ്ട. അപ്പോൾ അൺലോക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? കമ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ അൺലോക്ക് ഓൺ ബിയും ഉണ്ട്, അൺലോക്ക് ഓൺ സിയും ഉണ്ട്. അത് കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് കൊടുത്തിരിക്കുന്നത്. സോ അതാണ് റിഗ്രസ് 2PL എന്ന് പറയുന്നത്. ദെൻ കൺസർവേറ്റീവ് 2PL. അപ്പോൾ കൺസർവേറ്റീവ് 2PL എന്ന് പറയുമ്പോൾ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് ആണ്. ഡെഡ് ലോക്ക് അത് ഒഴിവാക്കുന്നുണ്ട്. മറ്റത്തിൽ രണ്ടിൽ ഡെഡ് ലോക്കിൻ്റെ അതിൻ്റെ രണ്ടിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഡെഡ് ലോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ടു ഫേസ് ലോക്കിംഗ് ഉണ്ട്. ദെൻ പറയുന്നത് എല്ലാ ട്രാൻസാക്ഷനും ആദ്യം തന്നെ എന്തൊക്കെ ലോക്ക് വേണം എന്നുള്ളത് ഒബ്റ്റെയിൻ ചെയ്യുക ട്രാൻസാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ. ദെൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം എല്ലാം റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതെന്താവും? റിക്കവറബിൾ ആവും, സീരിയലൈസബിൾ ആവും, കാസ്കേഡ്ലെസ് ആവും, ഡെഡ് ലോക്ക് ഫ്രീ ആവും. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആദ്യം തന്നെ ഏതൊക്കെ ലോക്ക് അക്വയർ ചെയ്യണം എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ച് വെക്കുക എന്നുള്ളത് കുറേ സമയം എടുക്കുന്ന ആക്ടിവിറ്റീസാണ്. ദെൻ അത് നമ്മുടെ കൺകറൻസി എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത് എല്ലാ ലോക്സും ആദ്യം തന്നെ എന്ത് ചെയ്യുക? ട്രാൻസാക്ഷൻ ബിഗിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അക്വയർ ചെയ്ത് വെക്കുക. ദെൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. ഇറ്റ് ക്യാൻ ബി റീഡ് ഓർ റൈറ്റ്. ദെൻ പെർഫോം ചെയ്തതിന് ശേഷം എല്ലാ ലോക്സിനെയും റിലീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, എക്സാമ്പിൾ T1 എയും ബിയും വേണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? എനെ എക്സ്ക്ലൂസീവ്ലി ലോക്ക് ചെയ്യുന്നു, ബീനെ എക്സ്ക്ലൂസീവ്ലി ലോക്ക് ചെയ്യുന്നു. ദെൻ റീഡ് ഓൺ എ, റീഡ് ഓൺ ബി, റൈറ്റ് ഓൺ എ, റൈറ്റ് ഓൺ ബി. ദെൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം എല്ലാത്തിനെയും അൺലോക്ക് ചെയ്യുന്നു. അപ്പോൾ T2ന് ഇത് എയും ബിയും വേണമെങ്കിൽ T2
എന്ത് ചെയ്യണം, ഇതെല്ലാം കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ T2ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന് ആദ്യം തന്നെ വേണമെന്ന് എത്ര ഡേറ്റ ഐറ്റം വേണോ അതിനെ എല്ലാവരെയും ആദ്യം തന്നെ എക്സ്ക്ലൂസീവായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ എക്സ്ക്ലൂസീവായിട്ട് ഒരു ലോക്ക് ആക്സസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ വേറൊരാൾക്ക് വന്നിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ T2 എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനും എന്തൊക്കെയാണ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഡ്രോബാക്ക് ഉണ്ട്. കൺകറൻസി എന്ന് പറയുന്ന ലിമിറ്റഡ് ആണ്. ആദ്യം തന്നെ എല്ലാ ഡേറ്റ ഐറ്റംസിനെ ലോക്ക് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2 ഫേസ് ലോക്ക് ബേസ്ഡ് പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.